ജനുവനും ആളുകൾ ഓവറായിട്ട് വിശ്വസിക്കുകയും ആളുകളെടുത്ത് അവളുടെ രഹസ്യങ്ങൾ ആളുകളോട് പറയുകയും ആ രഹസ്യം അവരെടുത്ത് അവളെ വോട്ട് ചെയ്യാൻ അത് യൂസ് ചെയ്യുകയും ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അത് ബിഗ് ബോസിലെ അനുമോൾ, ഞാൻ ഇപ്പോഴും പറയുന്നത് അനുമോൾ ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നല്ല, ഒരു നല്ല ഗുഡ് ഹ്യൂമൻ ആണ്. അതാണ് പ്രശ്നം. അപ്പൊ ഒരു ഓവറായിട്ട് നല്ല മനുഷ്യന്മാർക്ക് ബിഗ് ബോസിൽ പോയിട്ട് അവിടെ ഇപ്പൊ ബിഗ് ബോസിൽ പോവാം, പക്ഷെ അതിന്റെ അകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോ ദിവസം തള്ളി നിൽക്കാൻ. അതിന്റെ പാടാ. ഈ 16 ലക്ഷം രൂപ ഉണ്ടായിരുന്ന അനുമോൾ ബിഗ് ബോസ് പോയി. കാര്യം ഈ ഷോക്ക് പോണേക്കാൾ മുമ്പ് തന്നെ എന്റെ അടുത്ത് പറയും, വലിയ ഉദ്ഘാടനം പറയണൊക്കെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ ഇല്ല, എന്തിനും ഉദ്ഘാടനം പറയാം, ആ പൈസ ഇട്ടിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. കാര്യം ഇപ്പൊ പോയത് തന്നെ എനിക്കൊരു സ്റ്റുഡിയോയിലും അങ്ങോട്ടൊക്കെ പോയി ഡ്രസ്സ് വാങ്ങി, മാക്സിലൊക്കെ പോയിട്ട്. പിന്നെ ഡ്രസ്സ് കുറെ കൊളാബൊക്കെ കിട്ടിയിട്ടൊക്കെ ആള് പോയേക്കണം. ഇത് പൈസ ഒന്നും ഇല്ലല്ലോ. 16 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈ ലക്ഷങ്ങൾക്കൊരു വിലയില്ലേ? ഈ അനീഷിനോട് അനീഷിന് പ്രണയം പറയുന്നു. അപ്പൊ അതിനകത്ത് കമ്പാരിസൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിലൊരു തങ്കച്ചനായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ്. ഒരിക്കലുമില്ല. സ്റ്റാർ മാജിക് തങ്കച്ചനും അനുമോളും തമ്മിൽ വ്യാപക വ്യത്യാസമുണ്ട്. കാര്യം അവർ തമ്മിൽ ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഫൺ എലിമെന്റ് ആണ്. അതിൽ ഒരു സീരിയസ് സാധനമില്ല. അത് ആ ഷോയുടെ ഫൺ എലിമെന്റ് ആണ്. പിന്നെ സ്റ്റാർ മാജിക്കും ബിഗ് ബോസിനും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. രണ്ട് തലത്തിലേക്ക് ഷോ ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അനീഷിന് അവിടെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീ അനുമോളായിരുന്നു. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു, ഏറ്റവും കൂടുതൽ പെരുമാറുന്നു. അപ്പോൾ സ്വാഭാവികമാണ്, ഹ്യൂമൻ അല്ലേ, ഒരു സ്ത്രീയോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഗഡ്സിന് അനീഷിന് സല്യൂട്ടാണ്. കാര്യം അത് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം പോയിട്ട് ആ പെണ്ണിനോട് ഇഷ്ടം തോന്നി അനീഷ് പറഞ്ഞ അനീഷിന് വലിയൊരു സല്യൂട്ടാണ്. കാര്യം പറഞ്ഞാൽ അത് അനീഷിന് ഗഡ്സ് തന്നെയാണ്. അതെ 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 എന്റെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ബിഗ് ബോസ് ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് അനീഷ് അങ്ങനെ എന്നോട് പറയുന്നു, എന്റെ പെങ്ങളെ കളിയാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അനുമോളെ കളി അപ്പൊ അത്ര അനീഷ് അനുമോളായിട്ട് അത്രയും ഒരു അടുപ്പുള്ള ആളാണ്. പിന്നെ ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്ടാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ഇഷ്ടമുള്ള അതില് ഞാൻ ഇപ്പോഴും പറഞ്ഞ അതിൽ പ്രായമില്ല, വലിപ്പ ചെറുപ്പം അങ്ങനൊന്നുമില്ല. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരോടും തോന്നുന്ന കാര്യമാണ്. നമ്മളിപ്പോ അത് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. നമ്മൾ സൂര്യൻ ഉദിക്കുന്ന പോലെയാണ്. ഒരു വ്യക്തിക്ക് ഒരു ഇഷ്ടം തോന്നാന്ന് പറയുമ്പോൾ ആണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നാം, പെണ്ണിനോട് ഇഷ്ടം തോന്നാം, ആണും പെണ്ണും. അത് ഓരോ കോമൺ. അത് നമ്മൾ ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ കാര്യമാണ്. ഞാനിപ്പോഴും പറയുന്നത് അനീഷും അനുമോളും തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് അവർ തമ്മിൽ പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചു തരും. പിന്നെ അതിൽ തന്നെ അനുമോളിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, എനിക്ക് അനീഷിനെ ബ്രദറിനെ പോലെ കാണുന്നതിനൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടാണ്. എനിവേ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ എന്തായാലും എനിക്ക് ഈ രണ്ടുപേരും അനീഷോ അനുമോളോ ആര് ചോദിച്ചാലും ഞാൻ ഹാപ്പിയാണ്. അനുമോൾ ചോദിച്ചാൽ ഇരട്ടി അനീഷ് ചോദിച്ചാലും എനിക്ക് ഹാപ്പിനെസ് കൊടുക്കും. കാര്യം രണ്ട് ഗുഡ് ഹ്യൂമൻസാണ്. ഈ അനുമോളും അനീഷും നല്ല മനുഷ്യന്മാരാട്ടോ. രണ്ടുപേരും നല്ല നല്ല എന്റെ പൊന്നു ബ്രോ, ഞാൻ ഇപ്പോഴും പറയുന്നു അവിടെ എല്ലാ ആളുകൾക്കും PR ഉണ്ടെന്ന്. ഈ PR എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയുടെ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ നല്ല വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് PR എന്ന് ഉദ്ദേശിക്കുന്നത്. അവരുടെ എല്ലാ അക്ബറിനുണ്ട്, ഷാനവാസിനുണ്ട്, ആദില നോറയ്ക്കുണ്ടായിരുന്നു, അനീഷിനുണ്ടായിരുന്നു, അനുമോൾക്കുണ്ട്, നിവിനുണ്ട്. എല്ലാവരും PR എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാങ് ഓഫ് ഉണ്ട്. അതിന് PR ഇല്ല, അതിന് പേര് നമ്മൾ ഫാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ. PR എന്നുള്ള പേര് എനിക്കറിയില്ല. പിന്നെ ബിഗ് ബോസ് എന്ന ഷോ അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഫോൺ അനുമോളുടെ ഫോൺ അനുമോൾ സിസ്റ്ററിന്റെ കയ്യിലുണ്ട്, ഈ പറഞ്ഞ ബിനു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്.